മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് രാജ്യസഭയിൽ അതിവൈകാരികമായി തന്നെ സംസാരിക്കുകയുണ്ടായി. മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ ജാതീയമായി അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ചില പ്രവൃത്തികൾ ഉണ്ടായതിൻ്റെ പേരിലാണ്. ഹൽദ്വാനി രാംലീല മൈതാനത്തിൽ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷം അവിടെ BJP പ്രവർത്തകർ ശുദ്ധികലശം നടത്തി എന്നുള്ളതാണ് വിഷയം. അതായത് ദലിതനായ ഖാർഗെ ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് ശേഷം അവിടെ ശുദ്ധികലശം നടത്തിയിരിക്കുന്നു. ഇതിനെതിരെ അദ്ദേഹം രാജ്യസഭയിൽ സംസാരിച്ചു. രാജ്യസഭ ചെയർമാൻ ഇക്കാര്യം വളരെ ഗൗരവത്തിലെടുക്കുകയും ശേഷം BJPയുടെ മന്ത്രി JP നദ്ദ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താമെന്ന് രാജ്യസഭയിൽ സമ്മതിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ലുങ്കിവാല എന്ന് വിളിച്ച് ജോൺ ബ്രിട്ടാസിനെ അധിക്ഷേപിക്കുന്ന മുൻ തൃണമൂൽ കോൺഗ്രസ് MP ആയ സുഷ്മിത ദേവ്, അവരിപ്പോൾ BJPക്കൊപ്പമാണ്. അങ്ങനെയും നമ്മൾ കണ്ടു. അങ്ങനെ വംശീയമായും ജാതീയമായുമൊക്കെ അധിക്ഷേപം ഇപ്പോഴും തുടരുന്നു. ഇന്ന് ഖാർഗെ പറഞ്ഞത് തൊട്ടുകൂടായ്മ ഇപ്പോഴും രാജ്യത്ത് നിലവിലുണ്ട് എന്നുള്ളതാണ്. ജിമ്മി, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന് തന്നെ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് BJP ഞാൻ നേരത്തെ ഒന്നും BJP ഇങ്ങനെ പോലും പ്രതികരിച്ചില്ല. അപ്പോൾ JP നദ്ദയൊക്കെ വളരെ സൗമ്യനായി, ശാന്തശീലനായി, വളരെ അനുഭാവപൂർവ്വമൊക്കെയാണ് വിഷയത്തെ പരിഗണിക്കുകയും പരിശോധിക്കാം, അന്വേഷിക്കാം എന്നൊക്കെ പറയുകയും അങ്ങനൊരു സംഗതി മറുഭാഗത്തും കിടക്കുന്നുണ്ട്. പക്ഷേ അണികൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. അവരുടെ BJPയുടെ ആ നിലവാരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ശരിയാണ്. ഇപ്പോൾ ഈ സംഘടന ഇതാരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ BJP ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രിക്ട്ലി BJP അല്ല, എന്നാൽ BJP ആണ്. കാരണം ഈ റൈറ്റ് വിങ് സംഘം എന്ന് പറഞ്ഞാൽ അത് കടൽ പോലെ ഇങ്ങനെ പാരാവാരമായി കിടക്കുകയാണ്. സംഘപരിവാരമാണോ, സംഘപരിവാരത്തിന് പുറത്ത് നിൽക്കുന്നവരാണെന്ന് ചോദിച്ചാൽ അതിലൊന്നും കാര്യം. ഇപ്പോൾ ഈ സംഘടനയുടെ പേര് ശ്രീരാം സേന എന്ന് തുടങ്ങുന്ന ഒരു വലിയ പേരാണ്. ശ്രീരാം സേന ധർമാർത്ഥ് സേവാന്യാസ് സംഘടൻ എന്ന് പറയുന്ന 1.5 കിലോമീറ്റർ നീളമുള്ള പേരുള്ള ഒരു സംഘടനയാണ്. ഇതൊരു റൈറ്റ് വിങ്, അവിടുത്തെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല, അവിടുത്തെ റൈറ്റ് വിങ് സംഘടന. അതിൻ്റെ ആളുകൾ പരസ്യമായിട്ടാണ് ഇത് ചെയ്തത്, രഹസ്യമായിട്ടൊന്നുമല്ല. എന്നിട്ട് പറയുകയും ചെയ്തത് എന്താണ് കാരണം? ഇത് രാംലീല മൈതാനമാണ്, മതപരമായ പല ആചാരങ്ങളും നടക്കുന്ന, അവിടെ രാഷ്ട്രീയ പരിപാടി നടന്നു എന്ന് മാത്രമല്ല, മുസ്ലിം സ്ലോഗൻസ് ആണെന്നും മുസ്ലിം മുദ്രാവാക്യങ്ങളാണെന്ന് തോന്നിക്കുന്ന ചില മുദ്രാവാക്യങ്ങളും അവിടെ വിളിച്ചു. ഇതാണ് ആക്ഷേപം. അതുകൊണ്ട് ഞങ്ങളവിടെ ശുദ്ധീകരണം നടത്തി എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഒളിവും മറവൊന്നുമില്ല, വളരെ വ്യക്തമാണ്. പച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മുസ്ലിങ്ങൾ അവിടെ കയറി, മുസ്ലിം പരിപാടി നടന്നു. രാംലീല മൈതാനവുമായി ബന്ധപ്പെട്ട രാമായണവുമായി ബന്ധപ്പെട്ടുള്ള പല ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് രാംലീല മൈതാനം എന്ന് വിളിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. വളരെ ലളിതമാണ്. രാജസ്ഥാനിൽ കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ തന്നെ വേറൊരു കോൺട്രവേഴ്സി ഉണ്ടായി. രാജസ്ഥാനിലെ പ്രതിപക്ഷ നേതാവ് ഒരാളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ടിക്രാം ജൊല്ലി എന്ന് പറയുന്ന ദളിത് നേതാവ്, അദ്ദേഹത്തിനെതിരെയും ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പോയി പരിപാടി നടത്തി. അദ്ദേഹത്തിനെതിരെയും ഇതേ പരിപാടി നടത്തി. ഇത് ഇന്ത്യയുടെ എന്താ പറയുക, നമ്മുടെ പൊളിറ്റിയിൽ, പൊതുസമൂഹത്തിൽ കാലാകാലങ്ങളായി നടക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ പ്രശ്നമായത് BJP പെട്ടുപോയത് ഇതൊരു കോൺഗ്രസ് നേതാവായതുകൊണ്ടല്ല, ഇദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടാണ്. ദളിതൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ശുദ്ധികലശം നടത്തിയെന്നുള്ളതാണ്. ഇപ്പോൾ ചെയ്തവർ ചിലപ്പോൾ അതാലോചിച്ചിട്ടായിരിക്കില്ല. പക്ഷേ BJPക്ക് രാഷ്ട്രീയമായി ഒരു തരത്തിലും അത് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് സമസ്ത അപരാധം പറഞ്ഞ് JP നദ്ദ കാലിൽ വീണു. അതാണ് അവസ്ഥ. പക്ഷേ ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ, ഇപ്പോൾ പാർലമെൻറ്റിൽ ഉഗ്രവാദി എന്ന് വിളിക്കുന്നത് മുതൽ നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ മംഗല്യസൂത്രം എടുത്ത് അവർക്ക് കൊടുക്കും, മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ നേതാവ് അടക്കമുള്ള ആളുകളുള്ള സ്ഥലമാണ്. അപ്പം അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇതൊരു ദളിതനായി പോയത് കൊണ്ടും ഈ പറയുന്ന വലതുപക്ഷ സംഘത്തിന് അങ്ങനെ അങ്ങോട്ട് ചിന്ത പോകാത്തതുകൊണ്ടും പിന്നെ ഇവർക്കാർക്കും സ്ട്രാറ്റജിക്കലി ചെയ്യുന്ന ഒരു പരിപാടി താഴെത്തട്ടുള്ള കാളികൂളി സംഘങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് നടന്നത്. അതുകൊണ്ട് BJP അതിന് ഡിസ്റ്റൻസ്. പക്ഷേ മനസ്സിൽ തന്നെയാണ്. അവർക്കൊന്നുണ്ടോ, യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകുമ്പോൾ തൊട്ട് മുമ്പ് BJP പിടിക്കുകയാണല്ലോ അവിടെ. യോഗി ആദിത്യനാഥിൻ്റെ മുഖ്യമന്ത്രി ഭവനം അന്ന് ശുദ്ധികലശം ചെയ്ത് വലിയ കോൺട്രവേഴ്സി ആയതാണ്. ഓർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പുറത്തത് താഴെത്തട്ടിലുള്ള ആളാണ്, അഖിലേഷ് യാദവാണ് മുഖ്യമന്ത്രിയായിരുന്നത്. അന്നത് വലിയ കോൺട്രവേഴ്സി ആയതാണ്. ഇത് എല്ലായിടത്തും ഈ ചാണക വെള്ളം തളിക്കുക, ചൂലുകൊണ്ട് തൂക്കുക, ഇതെന്തോ ഭയങ്കര. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അത് ശുദ്ധീകരിക്കണം. അപ്പോൾ ചാണകം പോലെ ഇത്രയും മനോഹരമായി ശുദ്ധീകരിക്കാൻ പറ്റിയ വേറൊരു സാധനം ഇല്ല എന്നാണല്ലോ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ചാണകം തളിക്കും. ഇത് കേരളത്തിൽ രസകരമായ സംഭവം. ഇത് BJP മാത്രമല്ല, കേരളത്തിൽ ചെയ്തിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്.
ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു സമരം, എനിക്ക് തോന്നുന്നു ആദിവാസികൾക്കെതിരെയാണോ ADB വിരുദ്ധ സമരമാണോ, കുറച്ച് എക്സ്ട്രീം ലെഫ്റ്റ് വിങ് സംഘടനകൾ നടത്തിയ സമരമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ രാത്രി ചില അശ്ലീല രംഗങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ടായി. ഒരു ചാനൽ രാത്രി ഒളിച്ച് നിന്ന് ഷൂട്ട് ചെയ്ത് എന്തോ പിള്ളേർ നെൽപ്പ് സമരം കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം CPM-ൻ്റെ മഹിളാ അസോസിയേഷൻ ചൂലും ചാണകവുമായിട്ട് പോയിട്ട് അവിടെ തൂത്തു. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം TN സീമയാണ് നേതൃത്വം കൊടുത്തത്. CPM-ൻ്റെ നേതാവ് ചാണകവും ചൂലുമായിട്ട് പോയത് TN സീമ, ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെ രക്തത്തിലുള്ളതാണ്. അടിസ്ഥാനപരമായി ശുദ്ധീകരിക്കണം, ശുദ്ധികലശം നടത്തണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിനകത്തൊരു മതത്തിൻ്റെയും ജാതിയുടെയും മുഴുവൻ സാധനങ്ങൾ കയറി. നിങ്ങൾ ഓർത്തിട്ടാണോ ഓർക്കാതെയാണോ അബോധപൂർവ്വമല്ല, പക്ഷേ ഈ പരിപാടി ഇന്ത്യയിൽ എല്ലാ കാലത്തും എല്ലായിടത്തും നടന്നിട്ടുള്ളതാണ്. പണ്ട് കാലം മുതൽ, ഇപ്പോൾ അംബേദ്കറുടെ കാലമായാലും അതിനു മുമ്പുള്ള ഭൂലെയുടെ കാലത്തായാലും ഒക്കെ താഴെത്തട്ടിലുള്ളവൻ കയറിയാൽ കുഴപ്പമാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ അന്ന് നടത്തിയിരുന്ന ശുദ്ധികലശം ഇപ്പോൾ അത് താഴെത്തട്ട് എന്നുള്ള സാധനം മറക്കുകയോ ബോധപൂർവ്വം മറക്കുകയോ അല്ലെങ്കിൽ അറിയാതെ മറന്നു പോവുകയോ ചെയ്തിട്ട് ശുദ്ധിയാക്കണമെങ്കിൽ നമുക്ക് ചില പരിപാടിയുണ്ട്. ചില മനുഷ്യർ കയറിയാൽ അത് അശുദ്ധമാകും എന്ന വിശ്വാസത്തിൽ നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സമൂഹം ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമാണിത്. പ്രത്യേകിച്ച് ഇപ്പോൾ ശുദ്ധികലശം ജാതി മാത്രമല്ല, മുസ്ലിം കയറിയാലും നമ്മൾ ശുദ്ധീകരിക്കും. അതിനെന്താ കുഴപ്പം? അങ്ങനെ ചെയ്യണമല്ലോ. ഇതാണ് പരിപാടി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടാൽ മതി. ജാതീയത, വംശീയത, ഇതുപോലെ ഉള്ള വൈജാത്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴും രാജ്യത്തുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു പോസിറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ടല്ലോ, അതിന് രാജ്യസഭാ അധ്യക്ഷൻ മറുപടി പറയുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ BJP-യുടെ നേതാവ് ഇത് നമുക്ക് പരിശോധിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഇതൊക്കെ പറയാനും കേൾക്കാനുമൊക്കെ സന്നദ്ധരായ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് കുറച്ച് പോസിറ്റീവ് വശമാണല്ലോ. നൗഫൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനപ്പുറം ഇതൊരു BJP പ്രശ്നമാണ്, സംഘപരിവാർ പ്രശ്നമാണെന്ന് പറയുന്നത് അത് ന്യൂനീകരണമാണ്. BJP-കാരാണ് ഇങ്ങനെ ചെയ്യുക, സംഘപരിവാർ അങ്ങനെയല്ല. ഇതൊരു ഇന്ത്യൻ സൈക്കാണ്. ജാതി എന്ന് പറയുന്നൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. അതിൽ BJP-യും കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും ഒന്നും ഒരു പ്രസക്തമല്ല, രാഷ്ട്രീയത്തിൽ പ്രസക്തമല്ല. ഇതൊരു സാമൂഹിക പ്രശ്നമാണ് ഈ ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധിയായിരിക്കുക എന്നുള്ളത് ബ്രാഹ്മണൻ്റെ അവകാശമാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ബ്രാഹ്മണർ എന്തായിരിക്കണം? ശുദ്ധനായിരിക്കണം. അവർ വെജിറ്റേറിയൻ കഴിച്ചാൽ മാത്രം പോരാ, പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം. ഈ ശുദ്ധി എന്ന ആ വാക്കിൽ തന്നെ, ആ വാക്ക് ശുദ്ധി എന്ന വാക്ക് ഒട്ടും പ്രശ്നമില്ലാത്തൊരു വാക്കാണ്. പക്ഷേ ശുദ്ധി എങ്ങനെയാണ് പ്രശ്നവൽക്കരിക്കുന്നത്? വെജിറ്റേറിയനായ പോരാ, പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം, ശുദ്ധമായ വെജിറ്റേറിയൻ ആയിരിക്കണം. അപ്പോൾ ഈ ശുദ്ധി എന്നാണ് സങ്കല്പം വരുന്നത്. എന്താണ്? മറ്റുള്ള മനുഷ്യരെയും മറ്റുള്ള ആശയങ്ങളെയും ഒക്കെ അശുദ്ധമാണെന്ന് സ്വയം സങ്കല്പിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഇത് 10,000-3000 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരുപക്ഷെ ലോകത്തൊരിടത്തും ഇങ്ങനെയൊരു സോഷ്യൽ സ്ട്രാറ്റ ഉണ്ടാവില്ല. ഇത്രയും കാലം ഒരു 22,000-3000 കൊല്ലമൊക്കെ ഒരു 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 സോഷ്യൽ സ്ട്രാറ്റ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന വലിയ പണിയാണത്, അല്ലേ? എന്നാലോചിച്ച് നോക്കും. ഇപ്പോൾ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വ്യത്യാസം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും ഇല്ലായിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതെങ്ങനെയല്ല. ഇത് ഓരോ കൊല്ലം കൂടുന്തോറും മൂർച്ച കൂടി വരുവാണ്, അതിൻ്റെ രൂപം മാറുവാണ്, അമീബ പോലെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ജാതി ആയിരിക്കില്ല നാളെ കാണുന്ന ജാതി. ഇപ്പോൾ മുതലാളിത്തം വന്നാൽ ജാതി ഇല്ലാതാവുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു പണ്ട്. ക്യാപിറ്റലിസം വ്യാപിക്കുക, കുറേ ഷോപ്പിംഗ് മാളുകൾ വരും, തിയേറ്ററുകൾ വരും, ആളുകൾ എല്ലായിടത്തും ഒത്തുകൂടും. കയ്യിൽ കാശുള്ളവൻ രാജാവാണല്ലോ, അപ്പോൾ പിന്നെ ജാതിക്ക് പ്രസക്തിയില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. വിദ്യാഭ്യാസം വന്നാൽ ജാതി ഇല്ലാതാവും. പക്ഷേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ജാതി സംബന്ധിച്ച വാർത്തകൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്. അവിടെയാണ് ഏറ്റവും വലിയ ജാതി വിവേചനം നടക്കുക. അപ്പോൾ മുതലാളിത്തം വന്നിട്ട് ജാതി പോയില്ല, വിദ്യാഭ്യാസം കൂടുതലായിട്ടും സാക്ഷരത ഉണ്ടായിട്ടും ജാതി പോകുന്നില്ല. എന്ത് പോയിട്ട് ഇത് ജാതി പോകുന്നു? ജാതി രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ പത്രങ്ങളിലെ വൈവാഹിക മാട്രിമോണിയൽ പരസ്യങ്ങളെടുത്ത് നോക്കിയാൽ ഇപ്പോഴും ജാതിയാണ്. SC ST ഒഴികെ ഏത് ജാതിയും ആവാം എന്ന് വരെ പുരോഗമിച്ചിട്ടുണ്ട് ആളുകൾ. SC ST ഒഴികെ ഏത് ജാതിയും ആവാം എന്നൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പ്രശ്നമാണിത്. അപ്പോൾ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഏതൊക്കെയോ പരിധി വരെ നമ്മുടെ ഉള്ളിലുണ്ടാകും, നമ്മൾ അതിന് പുറത്തുകാടിയേ നിവൃത്തിയുള്ളൂ. മറ്റേ ഷെയിം ചെയ്യുക എന്നുള്ളതാണ്. ഈ വാദമായിട്ട് നടക്കുന്ന ആൾക്കാരെ കളിയാക്കുക, ഷെയിം ചെയ്യുക എന്ന് മാത്രമേ ഇത് ഒഴിവാക്കാൻ മാർഗമുള്ളൂ. ശുദ്ധിവാദമൊക്കെ ആയിട്ട് നടക്കുന്നവരോട് ഇതല്ല ശുദ്ധി, ഇതാണ് ശുദ്ധി, അത് അശുദ്ധിയാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുക എന്ന് മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാൻ നിവൃത്തിയുള്ളൂ. ഇതിനായിട്ട് പോരാടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നൗഫൽ ചൂണ്ടിക്കാട്ടിയ കാര്യം, JP നഡ്ഡ ഇത് കേട്ട ഉടനെ ഇത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിപാടിയല്ല, ഞങ്ങളുടേതല്ല എന്ന് അദ്ദേഹം തുറന്നു പറയാണ്. ഇതൊരു പുതിയ മാറ്റമാണ്. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഞാൻ പാർലമെൻറ്റിൽ എവിടെ ഏതെങ്കിലും BJP നേതാക്കൾ ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞാൽ
ഞങ്ങൾ അതിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. പരമാവധി അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറുമെന്നല്ലാതെ അതിനെ ഞങ്ങൾ നിന്ദിക്കുന്നു, അപലപിക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഏതെങ്കിലും നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അമിത്ഷായോ? ആരും പറഞ്ഞിട്ടില്ല. ഇത് ജെ പി നഡ്ഡ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. ഇത് ഇന്നലെ നമ്മൾ കണ്ടു. ഇന്നലെ അമിത്ഷാ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പതിവിൽ വിപരീതമായി ഭയങ്കര വിനയാന്വിതനായിരുന്നു. പാർലമെൻറ്റിൽ നിന്ന് ഓടിപ്പോയി എന്നൊക്കെ പറയുന്നത് ഒരു പാർലമെൻ്ററി വാക്കാണോ, ഒരു പാർലമെൻ്ററി രീതിയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. ഏത് ഭാഗ്യ എന്ന വാക്ക് പാർലമെൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പറയാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പാർലമെൻറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാക്കിയത്? പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഡാനിഷ് അലി എന്ന് പറയുന്നൊരു BSPയുടെ MP യെ കട്ടുവ, ബടുവ, മുല്ല, തീവ്രവാദി എന്നൊക്കെയാണ് ഒരുത്തൻ വിളിച്ചത്. രമേശ് ബിധുരി എന്ന് പറഞ്ഞ ഒരുത്തൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു പാർട്ടിയുടെ നേതാക്കൾ ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ തള്ളിക്കളയും, ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറയുന്നു. മറ്റൊരാൾ പറയുന്നു ഓടിപ്പോയി എന്നൊക്കെ പാർലമെൻറ്റിൽ പറയാവോ, അങ്ങനെയൊക്കെ ചെയ്യാവോ, പാർലമെൻറ്റിന് മുമ്പ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മാധ്യമങ്ങളോട് ചോദിക്കുന്നു. ഇതൊരു മാറ്റമാണ്. ഈ മാറ്റം കൊണ്ടുവന്നതിന് അഭിജിത് ദീപ് കെയോടും കൂട്ടുകാരോടും രാജ്യം നന്ദി പറയേണ്ടതുണ്ട്.